ഇന്ന് നമ്മളുള്ളത് സെൻറ്റ് ജേക്കബ് ഫാർമേഴ്സ് മാർക്കറ്റിലാണ്. 1975 സ്ഥാപിതമായതും വാട്ടർലൂവിലെ ഏറ്റവും പ്രിയപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നായ ഇവിടേക്ക് ഓരോ വർഷവും 1 ദശലക്ഷത്തിലധികം സന്ദർശകരാണ് വരുന്നത്. ഈ മാർക്കറ്റ് വർഷം മുഴുവനും വ്യാഴം ശനി ദിവസങ്ങളിലായിരിക്കും ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ 2 നിലകളുള്ള ഈ ഇൻഡോർ മാർക്കറ്റാണ് ഇവിടുത്തെ പ്രധാന ഷോപ്പിംഗ് സെൻറ്റർ. ഇതിനുള്ളിൽ പല വെറൈറ്റി ഷോപ്പുകളുണ്ട്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സൊവനീഴ്സാണ്. പല വെറൈറ്റിയിലുള്ള ചീസുകളും ഇവിടെ ലഭിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ നോൺ വെജ് ഐറ്റംസും കിട്ടുന്നതാണ്. ചിക്കനും താറാവും റാബിറ്റും പോർക്കും ബീഫും ലാമ്പും ഗോട്ടും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം ഫ്രഷ്ലി മീറ്റും ആണ് കേട്ടോ. ഇവിടെ കണ്ടോ, എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഇതോണം ക്യൂ ആണ്. ഇവിടെ എല്ലാം തന്നെ ലൈവായിട്ട് ഉണ്ടാക്കി തരുന്ന ഐറ്റംസ് ആണ്. ഞങ്ങൾക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ റോൾഡ് ഐസ്ക്രീമാണ്. ഇതിൻ്റെ സ്ട്രോബെറി ഫ്ലേവേർഡാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇപ്പം സമ്മറൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇപ്പം എല്ലാവരും പുറത്തും സ്റ്റാളുകൾ ഇട്ട് തുടങ്ങി. ഭയങ്കര തിരക്കായിരുന്നു അവിടെയൊക്കെ. ഇവിടെ ഫാർമേഴ്സ് ഡയറക്റ്റ് വിൽക്കണതുകൊണ്ട് എല്ലാവർക്കും തന്നെ എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ സമ്മർ സീസണൊക്കെ തുടങ്ങിയതുകൊണ്ട് കുറേ ടൈപ്പ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. നാട് വിട്ടപ്പിന്നെ നല്ലൊരു മാങ്ങ കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് കുറച്ച് മാങ്ങ വാങ്ങിച്ചിരുന്നു. നാട്ടിലെ മാങ്ങയുടെ അത്ര ടേസ്റ്റ് വന്നില്ലായിരുന്നെങ്കിലും പക്ഷേ കൊള്ളാം. പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും ക്യാഷ് കയ്യിലെടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എല്ലാ സ്റ്റോളുകളും അവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. ഇത് നമ്മുടെ സ്ട്രോബെറി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഒട്ടുമിക്ക ആൾക്കാരും വാങ്ങിക്കൊണ്ട് കൃഷി ചെയ്യാറുണ്ട്. ഇതൊന്ന് നോക്കിക്കേ, ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂണുകളാണ്. പക്ഷേ ഇവിടെ പല വെറൈറ്റി കൂണുകളും ഉണ്ട്. ചിലതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവണില്ല. നമ്മളവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കഴിക്കാൻ പറ്റുന്ന കൂണുകളാണെന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് അതിക്കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ നല്ല വെറൈറ്റി ഫ്ലവേഴ്സാണ്. എല്ലാം തന്നെ വിൽക്കാൻ വെച്ചേക്കണെയാണ്. ഗാർഡനിങ്ങൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇവിടെ കുറേ ഇലച്ചെടികളും പൂക്കളും വെജിറ്റബിൾസും എല്ലാം തന്നെ ഉണ്ട്. ഒരു ഗാർഡൻ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡെക്കറേറ്റീവ് ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ട വേറൊരു കാഴ്ചയായിരുന്നു ഫുഡ് ട്രക്കുകൾ. ഫുഡ് ട്രക്കുകളിലും കുറേ സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ കൊണ്ടുവരാറുണ്ട്. ഇത് തേൻ മാത്രം വിൽക്കുന്ന ഒരു സ്റ്റോളാണ്. ഇവരും സാമ്പിൾ നമുക്ക് ടേസ്റ്റും ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അടുത്ത ഷോപ്പ് ഇതായിരുന്നു കേട്ടോ. ഇത് ഫുള്ളും ഹാൻഡ് മെയ്ഡാണ്. നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഇലകളില്ലേ, അതൊക്കെ എടുത്ത് അവർ ഉണക്കിയിട്ട് റെസിൻ ഒഴിച്ചുണ്ടാക്കിയാണിത്. ഇലകൾ മാത്രമല്ല, ചിത്രശലഭങ്ങളും പൂക്കളും എല്ലാം നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ലൈവായിട്ട് അടിച്ചു തരുന്ന ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. ചൂടായതുകൊണ്ട് ഞങ്ങളും വാങ്ങിച്ചു ഒരെണ്ണം. കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറേ ഫൺ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ.
പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് കുതിരലേലം വിളി. ഇത് കേട്ടിരിക്കാൻ നല്ല രസമാട്ടോ. ഒരു ദിവസം നമുക്കിവിടെ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും സാധനങ്ങൾ വാങ്ങിക്കാനും നല്ലൊരു സ്പോട്ട് തന്നെയാട്ടോ ഇത്.